ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. 12ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. INC അഥവാ ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. INC പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. INC പ്രസിഡന്റായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായത്. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ INC പ്രസിഡന്റ്. ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടക്കുമ്പോൾ INC പ്രസിഡന്റ് ഹെൻറി കോട്ടൺ. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ INC പ്രസിഡന്റ് ഹെൻറി കോട്ടൺ. 1906 കൊൽക്കത്ത സമ്മേളനത്തിലാണ് സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ 1906 കൊൽക്കത്ത സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനത്തിലെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. 1907 സൂററ്റ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? റാഷ് ബിഹാരി ഘോഷ്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനം. നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1912 ബങ്കിപ്പൂർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ഗാന്ധിജിയും നെഹ്റുവും ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. ഇനി ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. എന്നാണ് ലാഹോർ സമ്മേളനം നടന്നത്? 1929 ലാഹോർ സമ്മേളനം നടന്നത്. അധ്യക്ഷൻ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് 1930 ജനുവരി 26 ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ 1920 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് 1930 ജനുവരി 26 ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് സമ്മേളനം നടക്കാതെ പോയ വർഷമാണ് 1930. കോൺഗ്രസ് സമ്മേളനം നടക്കാതെ പോയ വർഷം ഏതാണ്? 1930. ഇനി മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സമ്മേളനം. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം
അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1942 കോൺഗ്രസ് സമ്മേളനം. സോഷ്യലിസം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1955 നടന്നത് ആവടിയിൽ വെച്ചാണ്. 1955 കോൺഗ്രസ് സമ്മേളനം നടന്നത് ആവടിയിൽ വെച്ചാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? സോഷ്യലിസം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരം. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് സമ്മേളനം നടന്ന ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരമാണ് ന്യൂഡൽഹി. സ്വാതന്ത്ര്യത്തിന് മുൻപ് കോൺഗ്രസ് സമ്മേളനം ഏറ്റവും കൂടുതൽ നടന്ന നഗരം കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് സമ്മേളനം ഏറ്റവും കൂടുതൽ നടന്ന നഗരം ന്യൂഡൽഹിയുമാണ്. അപ്പം അതിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളും കൂടെ പഠിച്ചു വെച്ചേക്കുക. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റുവാണ്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1930 കോൺഗ്രസ് സമ്മേളനം നടക്കാതെ പോയ ഒരു വർഷമാണ്. പിന്നീട് 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് മൗലിക അവകാശങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചത്. മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1931 കറാച്ചി സമ്മേളനം. പിന്നീട് 1942 സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1942 കോൺഗ്രസ് സമ്മേളനമാണ്. സോഷ്യലിസം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1955 ആവടി സമ്മേളനമാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ആദ്യമായി ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കൂടുതൽ കോൺഗ്രസ് സമ്മേളനം നടന്ന നഗരം ന്യൂഡൽഹിയാണ്. ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വച്ചേക്കാം. 13 ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1, 2. ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി. ഇത് രണ്ടുമാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് പിരിക്കുന്ന നികുതികൾ. കേന്ദ്ര ചരക്ക് സേവന നികുതിയും സംയോജിത ചരക്ക് സേവന നികുതിയും GSTയുടെ ഘടകങ്ങളാണ്. GSTയുടെ 3 ഘടകങ്ങളുണ്ട്. അതിലെ 2 ഘടകങ്ങളാണ് കേന്ദ്ര ചരക്ക് സേവന നികുതിയും സംയോജിത ചരക്ക് സേവന നികുതിയും. അപ്പോൾ വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികളുടെ വരുമാനത്തിന്മേൽ സർക്കാർ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഒരു വ്യക്തി അടയ്ക്കുന്ന വ്യക്തിഗത ആദായ നികുതിയുടെ തുക അവരുടെ നികുതി നൽകേണ്ട തുകയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ വ്യക്തിഗത ആദായ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളുടെ വരുമാനത്തിന്മേൽ സർക്കാർ ചുമത്തുന്ന നികുതി. ഇനി കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേഷനുകളുടെ വരുമാനം അല്ലെങ്കിൽ മൂലധനം അല്ലെങ്കിൽ സമാനമായ നിയമപരമായ എൻറ്റിറ്റികൾ എന്നിവയ്ക്കുമേൽ ഒരു രാജ്യം ചുമത്തുന്ന നേരിട്ടുള്ള നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. എന്താണ് കോർപ്പറേറ്റ് നികുതി? കോർപ്പറേഷനുകളുടെ വരുമാനം അല്ലെങ്കിൽ മൂലധനം അല്ലെങ്കിൽ സമാനമായ നിയമപരമായ എൻറ്റിറ്റികൾ എന്നിവയ്ക്കുമേൽ ഒരു രാജ്യം ചുമത്തുന്ന നേരിട്ടുള്ള നികുതി. കോർപ്പറേറ്റ് നികുതികളിൽ നിന്നും ശേഖരിക്കുന്ന പണം ഒരു രാജ്യത്തിൻ്റെ വരുമാന മാർഗത്തിനായി ഉപയോഗിക്കുന്നു. അപ്പോൾ കോർപ്പറേറ്റ് നികുതികളിൽ നിന്നും ശേഖരിക്കുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ വരുമാന മാർഗത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കേന്ദ്ര ചരക്ക് സേവന നികുതിയും സംയോജിത ചരക്ക് സേവന നികുതിയും ഏതിൻ്റെ ഘടകങ്ങളാണ്? GSTയുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ 3 ഘടകങ്ങളാണ് GSTക്കുള്ളത്. ഏതൊക്കെയാണ്? കേന്ദ്ര ചരക്ക് സേവന നികുതി, ഇങ്ങോട്ട് എഴുതാം, കേന്ദ്ര ചരക്ക് സേവന നികുതി, കേന്ദ്ര ചരക്ക് സേവന നികുതി, ചരക്ക് സേവന നികുതി,
സംസ്ഥാന ചരക്ക് സേവന നികുതി, സംസ്ഥാന ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതി. അങ്ങനെ 3 ഘടകങ്ങളാണ് ജി എസ് ടിക്കുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ജി എസ് ടിയുടെ 3 ഘടകങ്ങൾ: കേന്ദ്ര ചരക്ക് സേവന നികുതി, സംസ്ഥാന ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതി. അപ്പോൾ ജി എസ് ടി നടപ്പിലാക്കിയത് എന്നാണ്? 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നത്. 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നത്. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? ജി എസ് ടിയുടെ 101 ഭരണഘടനാ ഭേദഗതി നിയമം. 101 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം 2017 ജൂലൈ 1 ജി എസ് ടി നിലവിൽ വന്നത്. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ചരക്ക് സേവന നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അധിക എക്സൈസ് ഡ്യൂട്ടി, അധിക കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സേവന നികുതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർചാർജുകളും സെസ്സുകളും. അപ്പോൾ ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, അധിക എക്സൈസ് ഡ്യൂട്ടി, അധിക കസ്റ്റംസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, സേവന നികുതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർചാർജുകളും സെസ്സുകളും. അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി. ഇനി സംസ്ഥാന സർക്കാർ ചുമത്തുന്ന ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി ഏതൊക്കെയാണ്? സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, ആഡംബര നികുതി, എല്ലാ വിധത്തിലുമുള്ള പ്രവേശന നികുതി, വിനോദ നികുതി, പരസ്യ നികുതി, വാങ്ങൽ നികുതി, ലോട്ടറി ചൂതാട്ടം, വാതുവയ്പ് തുടങ്ങിയവയുടെ മേൽ ചുമത്തുന്ന നികുതി, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സർചാർജുകളും സെസ്സുകളും. അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതികൾ. ജി എസ് ടിയുടെ പരിധിയിൽ നിന്നും മാറ്റി നിർത്തിയ ചില ഉൽപ്പന്നങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനങ്ങളുടെ ഉപഭോഗത്തിനുള്ള മദ്യം, ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഹൈ സ്പീഡ് ഡീസൽ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി. അപ്പോൾ ഇവയെല്ലാം ജി എസ് ടിയുടെ പരിധിയിൽ നിന്നും മാറ്റി നിർത്തിയ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കി വച്ചേക്കുക. ഇനി പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി നേരിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഈ ബാധ്യത മറ്റൊരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ കൈമാറാൻ കഴിയില്ല. എന്നാൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടനിലക്കാരൻ വഴി സർക്കാരിന് കൈമാറുന്ന നികുതിയാണ് പരോക്ഷ നികുതി. 14. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1, 2. ഏതൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസങ്ങളിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവ അടിത്തറ ശക്തിപ്പെടുത്തുക. അപ്പോൾ ഇത് രണ്ടുമാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഗ്രാമങ്ങളിൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക, തൊഴിലാളികളുടെ ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമങ്ങളിൽ റോഡുകൾ, കിണറുകൾ, കുളങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുക, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, സാമൂഹിക നീതിയും സുതാര്യതയും ഉറപ്പാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഏതൊക്കെയാണ്? ഗ്രാമങ്ങളിൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക, തൊഴിലാളികളുടെ ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമങ്ങളിൽ റോഡുകൾ, കിണറുകൾ, കുളങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുക, പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, സാമൂഹിക നീതിയും സുതാര്യതയും ഉറപ്പാക്കുക. 2005 തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്. 2006 ഫെബ്രുവരി 2 ആദ്യഘട്ടം ആരംഭിച്ചത്. 2006 ഫെബ്രുവരി 2 ആദ്യഘട്ടം ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഓരോ ഗ്രാമത്തിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനായി ഓരോ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കും. തൊഴിലാളികൾക്ക് അവരുടെ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ട്. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി സാമൂഹ്യ ഓഡിറ്റ് നടത്തുന്നു. കുട്ടികളുടെ പരിചരണത്തിനും കുടിവെള്ളത്തിനും പ്രാഥമിക ചികിത്സയ്ക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമങ്ങളിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു, തൊഴിലാളികളുടെ വരുമാനം വർദ്ധിച്ചു, ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു, പരിസ്ഥിതി സംരക്ഷണം സാധ്യമായി. ഇതൊക്കെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണങ്ങൾ. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 2010 നിലവിൽ വന്നത്. അപ്പം അതിൻ്റെ വേതനം എന്ന് പറയുന്നത് 311 രൂപയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എന്ന് പറയുന്നത് എത്രയാണ്? 369 രൂപയാണ് കേരളത്തിലുള്ളത്. 369 രൂപ. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ 400 രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം. 400 രൂപ ഹരിയാന. 15. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, വരുമാനം തുല്യമായി വിതരണം ചെയ്യുക, പൂർണ്ണമായ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക, ബാഹ്യ സ്ഥിരത നിലനിർത്തുക, വരുമാനവും സമ്പാദ്യവും നിക്ഷേപവും വർദ്ധിപ്പിക്കാനും സാമൂഹിക സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ധനനയത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സർക്കാർ രസീതുകൾ, സർക്കാർ ചിലവ്, പൊതുകടം. ധനനയത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സർക്കാർ രസീതുകൾ, സർക്കാർ ചെലവ്, പൊതുകടം. ഇത് മൂന്നുമാണ് ധനനയത്തിൻ്റെ ഘടകങ്ങൾ. ഇന്ത്യയിൽ ധനനയം തയ്യാറാക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ് ഇന്ത്യയിൽ ധനനയം തയ്യാറാക്കുന്നത്. ധനകാര്യ മന്ത്രാലയം. ധനനയങ്ങൾ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് 3 തരം ധനനയങ്ങൾ? നിഷ്പക്ഷ നയം, വികാസ നയം, സങ്കോച നയം. 3 തരത്തിൽ ധനനയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നിഷ്പക്ഷ നയം, വികാസ നയം, സങ്കോച നയം. ഒന്നുകൂടെ നോക്കാം. ധനനയത്തിൻ്റെ ഘടകങ്ങൾ: സർക്കാർ രസീതുകൾ, സർക്കാർ ചിലവ്, പൊതുകടം. ധനനയം തയ്യാറാക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ്. അപ്പോൾ 3 തരത്തിലുള്ള ധനനയങ്ങളാണുള്ളത്: നിഷ്പക്ഷ നയം, വികാസ നയം, സങ്കോച നയം. 16. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ, വിക്രം മിശ്രി. 35ാമത്തെ വിദേശകാര്യ സെക്രട്ടറിയാണ് ആര്? വിക്രം മിശ്രി. വിനയ് മോഹൻ ക്വാത്ര എന്ന് പറയുന്നത് 34ാമത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്രയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം US ഇന്ത്യൻ അംബാസിഡറായിട്ട് ജോലി ചെയ്യുന്നു.
ഇനി വിജയ് കേശവ് ഗോഖലെയും എസ് ജയശങ്കറും ഒക്കെ നേരത്തെയുള്ള വിദേശകാര്യ സെക്രട്ടറിമാരാണ്. നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് 2025 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചത്. ജ്ഞാനപീഠം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ആര്? വിനോദ് കുമാർ ശുക്ല. ജ്ഞാനപീഠം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ്. 2025 ആബേൽ പ്രൈസ് ജേതാവ്, ആബേൽ പുരസ്കാര ജേതാവ്. 2025 ആബേൽ പുരസ്കാര ജേതാവ് ആരാണ്? മസാക്കി കഷിവാര. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ജ്ഞാനപീഠം ലഭിക്കുന്ന. 2025 ആബേൽ പ്രൈസ് ജേതാവ് മസാക്കി കഷിവാരയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ നോക്കി വെച്ചേക്കാം. 17 ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി. ഓപ്ഷൻ എ പ്രചോദനം പദ്ധതി. അപ്പം ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മന്ദഹാസം പദ്ധതി. എന്താണ് മന്ദഹാസം പദ്ധതി? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള പദ്ധതി. മന്ദഹാസം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് മന്ദഹാസം. ഇനി പ്രതിഭാ പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി. സാമൂഹ്യ നീതി വകുപ്പ് മുഖേന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പാക്കുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി. പരിണയം പദ്ധതി. എന്താണ് പരിണയം പദ്ധതി? ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോട് ഉള്ള പദ്ധതിയാണ് പരിണയം പദ്ധതി. എന്താണ്? ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതി. അതാണ് പരിണയം പദ്ധതി. അപ്പോൾ അതും കൂടെ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം.